ഏറെ നാളുകളായി ഗതാഗതക്കുരുക്കിൽ വലയുകയാണ് പൊൻകുന്നം ടൗണും പരിസരവും. മണിക്കൂറുകളോളം കുരുക്കിൽ കിടന്നാണ് വാഹനങ്ങളെല്ലാം കടന്നുപോകുന്നത്. വഴിയോര കച്ചവടവും അനധികൃത പാർക്കിംഗും ട്രാഫിക് ബ്ലോക്കിന് കാരണമാകുന്നുണ്ട്. ടൗണിലെയും പരിസര റോഡുകളിലെയും കുരുക്ക് അഴിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് അവലോകന യോഗം നടത്തി തീരുമാനമെടുത്തിരുന്നു. ഈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച പൊൻകുന്നം ടൗണിൽ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വരും. ടൗണിൽ നിന്നും മണിമല റോഡിൽ ജുമാ മസ്ജിദ് വരെയുള്ള ഭാഗത്ത് പാർക്കിംഗ് അനുവദിക്കില്ല. മിഡാസ് ഹോട്ടൽ മുതൽ സിഗ്നൽ വരെയുള്ള ഭാഗത്ത് വഴിയോര കച്ചവടം നടത്തുന്നതിന് പ്രത്യേക അനുമതി തേടണം. സിഗ്നൽ ഭാഗത്ത് വണ്ടി നിർത്തേണ്ട സ്ഥലം ലൈൻ വരച്ച് മാർക്ക് ചെയ്യും. കോട്ടയം ഭാഗത്തു നിന്നും കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ഫ്രീയായി പോകാൻ പ്രത്യേക ലൈൻ വരച്ച് ക്രമീകരണം ഏർപ്പെടുത്തും. കൂടാതെ സിഗ്നൽ ഭാഗത്തു നിന്നും മണിമല വഴിക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ലൈൻ ക്രമീകരിക്കും. പാലാ വഴിക്ക് പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ചിന്റെ മുൻവശം വരെ 2 സൈഡിലും പാർക്കിംഗ് അനുവദിക്കില്ല. മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മുൻവശം മുതൽ കാഞ്ഞിരപ്പള്ളി വഴിയിൽ വരെയുള്ള വലതുവശത്ത് മാത്രം പാർക്കിംഗ് അനുവദിക്കും. KVMS ജംഗ്ഷനിൽ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾക്ക് വുഡ് പാലസിന് മുന്നിലും പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന് മുന്നിലും ക്രമീകരിക്കുന്ന സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്താൻ അനുവദിക്കൂ. കൂടാതെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഉള്ളിലെ പാർക്കിംഗിനും സമയം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലാ വഴിക്ക് പോകുന്ന ബസ്സുകൾ പള്ളിയുടെ കുരിശടിയുടെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ മാത്രമേ നിർത്തി ആളെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. പാലാ വഴിയിൽ നിന്നും പൊൻകുന്നം ഭാഗത്തേക്ക് ബസ്സുകൾ ആണ്ടുമടം ബിൽഡിങ്ങിന് മുമ്പിലാണ് സ്റ്റോപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. കൃത്യമായി നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മുൻവശം മുതൽ കാഞ്ഞിരപ്പള്ളി വഴിയിൽ വലതുവശത്ത് മാത്രമാണ് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. അത് ട്രെൻഡ്സിൻ്റെ ഫ്രണ്ട് വരെയുള്ള പ്രദേശം. അതേപോലെ തന്നെ സ്റ്റോപ്പുകൾ മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. KVMS ജംഗ്ഷനിൽ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾക്ക് വുഡ് പാലസിന് മുമ്പിലും പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിലും ആണ് സ്റ്റോപ്പുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ വുഡ് പാലസിൻ്റെ മുമ്പിലും പടിഞ്ഞാട്ട് പോകുന്ന ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിലുമാണ്. അത് ആവശ്യമായ ബോർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ടൗണിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യമായ ബോർഡുകൾ സ്ഥാപിക്കും. മഹാത്മാഗാന്ധി ടൗൺ ഹാൾ ഗ്രൗണ്ട് പാർക്കിംഗിന് അനുവദിക്കും. ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ടൗണിലും ബസ് സ്റ്റാൻഡിലും കൂടുതൽ പോലീസിന്റെ സേവനവും ഉറപ്പുവരുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി CK ചിത്ര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.